ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫ്രണ്ടാണെന്ന് പറഞ്ഞുള്ള കല്യാണത്തിന് പോക്ക് അധികകാലം ഉണ്ടാവില്ല. എല്ലാവരുടെ കല്യാണം കഴിയാനായി. ആ ചില്ലൻകൂടിൽ നിന്ന് എൻ്റെ മുഖം കാണുന്നില്ലെന്നറിയാം. എന്നാലും ക്യാമറ കണ്ട് എനിക്ക് ചിരിക്കണം. ഞങ്ങൾ ഗിഫ്റ്റ് കിട്ടാൻ കുറച്ച് വൈകിട്ട് കുറച്ചല്ല കുറച്ചധികം. അതുകൊണ്ട് അവിടുത്തെ കല്യാണം കഴിഞ്ഞ് ഫോട്ടോ എടുക്കൽ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ശ്രുതിയും വരനും. ഇന്ന് ഇവരുടെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങളെ കൂടെ പഠിക്കുന്ന ശ്രുതിയുടെ കല്യാണമായിരുന്നു. ഇന്ന് പന്തലെത്തുമ്പോഴത്തേക്കും എല്ലാവരും നിരന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ നേരത്തും കാലത്ത് എത്തിക്കൊണ്ട് ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഇരിക്കാൻ പറ്റി. ഞങ്ങൾ ഉയർത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ പുരുഷ വിഹാരങ്ങൾ എന്ന് പറയുന്നത്. അംഗബലം കൊണ്ട് ഇവർ കുറവാണെങ്കിലും എവിടെ പരിപാടി ഉണ്ടെങ്കിലും ഫസ്റ്റ് എത്തുന്ന ഇവരായിരിക്കും കേട്ടോ. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ ചൂടായിരുന്നേ. വിയർപ്പിൻ കണികൾ. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, അങ്ങനെയാണ് ഇതെല്ലാം കൂടെ പൊതിഞ്ഞിട്ടാ ഞങ്ങൾ വീട്ടിൽ കൊണ്ടു ചെന്നോളല്ലേ. പറഞ്ഞതുപോലെ ഈ പ്രായത്തിൽ നല്ലോണം കഴിക്കണം. അപ്പൊ ആദ്യം തന്നെ ഒരു പായസം കിട്ടി, അത് കുടിച്ചു. എന്റെ ഈ കോപ്രായം കണ്ട് അപ്പുറത്തിരിക്കുന്ന ചേച്ചി നോക്കുന്നുണ്ട്, ഇവൾ എന്തുവായി കാട്ടുന്നതെന്നുള്ളത്. അങ്ങനെ രസമെത്തി മോരെത്തി എല്ലാം കൂടെ കഴിച്ച് എല്ലാം മടക്കി നമ്മൾ പന്തലിലെത്തിയിട്ടുണ്ട്. എന്നെ കുറിച്ചല്ല, കല്യാണത്തെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ ഇവൾ എന്നെ അങ്ങ് പൊക്കിയെടുക്കായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പ്രശസ്ത ബ്ലോഗറും എല്ലാ കണ്ണിലും ഉണ്ണി പറഞ്ഞ കാര്യം മുഴുവിപ്പിക്കാൻ പറ്റാതെ ക്യാമറമാൻ അവളെ വലിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ ഞങ്ങളെ വക കോപ്രായങ്ങളായിരുന്നു. ഇനി ആർക്കെങ്കിലും തുളസിമാലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ മാളുവിന്റെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ തുളസിമാലയൊക്കെ നോക്കി കണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കൽ ചടങ്ങിലേക്ക് പോയിട്ട് പിന്നെ അഭിരാമിനെ കൊണ്ട് കുറേയേറെ ഫോട്ടോ എടുപ്പിച്ചു, വീഡിയോ എടുപ്പിച്ചു. അങ്ങനെ എന്തായാലും ഗംഭീരമായിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അവൻ്റെ വക കഴിഞ്ഞിട്ടുണ്ട്. ഇനി അഭിരാമിനെ കണ്ടു. ഇപ്പം ഇതാണ് നമ്മുടെ അഭിരാമൻ എന്ന് പറയുന്നത്. അങ്ങനെ റിഷാദും അഭിരാമും ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരെ വക എന്തൊക്കെയൊക്കെയോ കാട്ടുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ? അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആ ഡ്രസ്സ് മാറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം പോവും, ഞാൻ ക്യാമറ പിടിച്ച് പിന്നാലെ ഓടിട്ടോ. ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു കരച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടെങ്കിലോ അതൊക്കെ ഒപ്പിയെടുക്കാമല്ലോ. ഒരു റീലിനുള്ള വകുപ്പ് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും എവിടെ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാവരും അവളെ യാത്രയാക്കി അവൾ പോവാൻ റെഡിയായി നിൽക്കുകയാണ്. പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ അവൾ എനിക്ക് വേണ്ടി ഒരു ഗൈസ് പറയാൻ മറന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാവിധ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നൽകി ഞങ്ങൾ അവളെ യാത്രയാക്കാം. അപ്പം ഇന്നത്തെ വീട് ഇത്രയുള്ളൂ. ടാറ്റാ.